വയനാട്ടിലും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് സമയം അവസാനിച്ചിരിക്കുകയാണ്. ചേലക്കരയിലെ ചില ബൂത്തുകളിൽ ഇപ്പോഴും വോട്ടർമാരുടെ നീണ്ട നിരയുണ്ട്. അതേസമയം വയനാട്ടിൽ ഇന്ന് വോട്ടെടുപ്പ് നടന്നത് പൊതുവെ മന്ദഗതിയിലായിരുന്നു. സമഗ്ര വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി റിയാസ് KMR ചേരുന്നു. റിയാസ് KMR, വയനാട്ടിലെ മന്ദഗതിയിലുള്ള ഒരു വോട്ടെടുപ്പ് ആയിരുന്നുവെങ്കിലും ഇപ്പോഴത്തെ ഒരു വോട്ടെടുപ്പ് ശതമാന കണക്കുകൾ എങ്ങനെയാണ്? ഇപ്പോഴും ഏതെങ്കിലും ബൂത്തുകളിൽ വോട്ടർമാരുടെ നിര ബാക്കിയുണ്ടോ? എന്താണ് അവസ്ഥ? വയനാട്ടിൽ ഇന്ന് വളരെ മന്ദഗതിയിലുള്ള ഒരു പോളിംഗ് ആയിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. രാവിലെ മാത്രമാണ് വോട്ടർമാരുടെ ഒരു നീണ്ട നിര മിക്ക പോളിംഗ് ബൂത്തുകളിലും പ്രത്യക്ഷമായത്. പക്ഷേ പിന്നീട് അത് വളരെ മന്ദഗതിയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അത് പിന്നീട് വർദ്ധിക്കുകയോ ഒന്നും ചെയ്തില്ല. നേരത്തെ മുന്നണികൾ പ്രതീക്ഷിച്ചിരുന്നത് വൈകുന്നേരമാകുമ്പോൾ ഇതിലൊരു മാറ്റം വരുമെന്നായിരുന്നു. പക്ഷെ അതിന് മാറ്റം വന്നിട്ടില്ല. പ്രത്യേകിച്ച് ഈ ഉപതെരഞ്ഞെടുപ്പിനോട് വലിയ ഉത്സാഹമില്ലാതെയാണ് വയനാട്ടിലെ ജനത പ്രതികരിച്ചത് എന്നുള്ളതാണ്. 63% മാത്രമാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുമ്പോഴുള്ള ഒരു പോളിംഗ് ശതമാനം എന്ന് പറയുന്നത്. ഇനി പോയാലും പരമാവധി 2-3% ഒരു വർധന മാത്രമാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രമാത്രം ഇനിയൊരു വർധന ഉണ്ടാകും എന്നുള്ള കാര്യം കണ്ടറിയണം. ഈ മുന്നണികൾ ഈ ഒരു പോളിംഗ് ശതമാനം കുറയാനിടയായ സാഹചര്യത്തെ കുറിച്ചുള്ള കണക്ക് കൂട്ടലുകൾ ഇപ്പോൾ തന്നെ തുടങ്ങിയിരിക്കുകയാണ്. എന്തൊക്കെയായിരിക്കും? അടുത്തടുത്ത് 2 തെരഞ്ഞെടുപ്പുകൾ വന്നതാണ് ഒരു പ്രധാന കാരണമായി പറയുന്നത്. മറ്റൊന്ന് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലം വയനാട്ടിനെ സംബന്ധിച്ച് ഫലത്തിൽ വലിയ അത്ഭുതങ്ങളൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് എതിർ രാഷ്ട്രീയ രംഗത്തുള്ള ആളുകൾ അവർ വോട്ട് ചെയ്തുകൊണ്ട് കാര്യമില്ല എന്ന് ചിന്തിച്ചതാണ് പോളിംഗ് ശതമാനം കുറയാൻ കാരണമായതെന്ന് UDF വാദിക്കുന്നുണ്ട്. എന്നാൽ LDFും ഇന്ത്യയും പറയുന്നത് അടുത്തടുത്ത ഉപതെരഞ്ഞെടുപ്പുകൾ വന്നതിലുള്ള ജനങ്ങളുടെ ഒരു വിമുഖതയാണ് ഇതിനുള്ള കാരണം എന്ന് പറയുന്നു. മണ്ഡലം ഒഴിവാക്കി രാഹുൽ ഗാന്ധി പോയതിലുള്ള ഒരു അമർഷം അവരെ സംബന്ധിച്ചുണ്ട് എന്നുള്ളത് LDFും ഇന്ത്യയും അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അത്തരം ആരോപണ പ്രത്യാരോപണങ്ങളാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ ഉണ്ടാവുക. ഈ വയനാട്ടിലെ പോളിംഗ് കുറഞ്ഞതുമായി ബന്ധപ്പെട്ട് നേരത്തെ പ്രിയങ്ക ഗാന്ധിക്ക് 5 ലക്ഷത്തോളം ഭൂരിപക്ഷമാണ് കോൺഗ്രസ് നേതാക്കളും UDF നേതാക്കളും എല്ലാം പറഞ്ഞത് റെക്കോർഡ് ഭൂരിപക്ഷം എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു പോളിംഗ് ശതമാനം കുറഞ്ഞ ഒരു സാഹചര്യത്തിൽ ഇനിയൊരു റെക്കോർഡ് ഭൂരിപക്ഷത്തിനുള്ള ഒരു സാധ്യതയുണ്ടോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. 23-ന് മാത്രമേ അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു വ്യക്തത കൈവരികയുള്ളൂ. ഇപ്പോൾ എവിടെയാണ് പോളിംഗ് കൂടുതലായി കുറഞ്ഞത്, ആരാണ് കൃത്യമായി വോട്ടിങ്ങിന് എത്താത്തത് എന്നുള്ളത് ബൂത്ത് തല കണക്ക് പരിശോധിച്ചാൽ മാത്രമേ മുന്നണികൾക്ക് വ്യക്തമാവുകയുള്ളൂ. അതിന്റെ മണിക്കൂറുകളാണ് അത്. ഇനിയുള്ള 2-3 ദിവസങ്ങളിൽ അത്തരം ഒരു പഠനങ്ങളിലായിരിക്കും മുന്നണികൾ നീങ്ങുക. അങ്ങനെയെങ്കിൽ തിരുത്തേണ്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായി തിരുത്തി പോവുക. ഈ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് കണ്ട ആവേശമൊന്നും പോളിംഗിൽ കണ്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയായി നിലനിൽക്കുകയാണ്. അത് തന്നെയാണ് കഴിഞ്ഞ 2024 നടന്ന ലോക്സഭാ പൊതുതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടന്ന വയനാട്ടിലെ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനം പോലും ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. മാത്രമല്ല മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷം നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ്, അത് അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. സാമ്പത്തികമായി പോലും ആ ഉരുൾപൊട്ടൽ ദുരന്തവും അതിനുശേഷം നടന്ന ആളുകൾ കാര്യമായി വയനാട്ടിലേക്ക് എത്താത്തതും ഒക്കെയുള്ള കാര്യങ്ങൾ സാമ്പത്തികമായി പോലും വയനാടിനെ തകർത്തിരുന്നു. അങ്ങനെ തൊഴിൽ ഒഴിവാക്കിക്കൊണ്ട് വോട്ടെടുപ്പിന് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം, അത് ഉൾക്കൊള്ളാൻ വയനാട്ടുകാർ പൂർണ്ണമായും തയ്യാറായില്ല എന്നുള്ളതാണ് പലയിടത്തെയും വോട്ടിംഗ് ശതമാനം വ്യക്തമാകുന്ന ഒരു കാര്യം. എറണാകുളം മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ വോട്ടിംഗ് ശതമാനം ഇത്തവണത്തേത്. ഒരു വോട്ടിംഗ് ശക്തമായി കാണപ്പെട്ട ഒരു മണ്ഡലം എന്ന് പറയുന്നത് എറണാകുളമാണ്. പിന്നീട് തിരുവമ്പാടിയാണ്. തിരുവമ്പാടിയിൽ പോലും പല പോളിംഗ് ബൂത്തുകളിലും രാവിലെ ആളുകൾ ഉണ്ടായി എന്നത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ പിന്നീട് അങ്ങനെ കാര്യമായി വോട്ടർമാരുടെ ഒരു നിര നമുക്ക് കാണാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതിനിടെ സ്ഥാനാർത്ഥികൾ വിവിധ ബൂത്തുകളിൽ കയറിയിറങ്ങി വോട്ടർമാരെ ഉൾപ്പെടെ കാണാൻ ബൂത്തുകൾ സന്ദർശനം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രിയങ്ക ഗാന്ധി UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി കൽപ്പറ്റയിലെയും മേപ്പാടിയിലെയും ഒപ്പം തന്നെ മുക്കത്തിനടുത്ത നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും ബൂത്തുകളിൽ എത്തിയിരുന്നു. LDF സ്ഥാനാർത്ഥി സത്യൻ മൊഗരി കൽപ്പറ്റയിലെ വിവിധ ബൂത്തുകളിൽ സന്ദർശനം നടത്തിയിരുന്നു. NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് കൽപ്പറ്റയിലെയും ബത്തേരിയിലെയും ബൂത്തുകളിൽ അവരും സന്ദർശനം നടത്തിയിരുന്നു. 16 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ടായിരുന്നതിൽ ഒരു സ്ഥാനാർത്ഥിക്ക് മാത്രമാണ് മണ്ഡലത്തിൽ വോട്ടുണ്ടായിരുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ R രാജന് മാത്രമാണ്
മണ്ഡലത്തിൽ വോട്ടുണ്ടായിരുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഈ 16 സ്ഥാനാർത്ഥികളിൽ 11 പേരും കേരളത്തിന് പുറത്തു നിന്നുള്ളവരാണ്. പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള 11 പേരും കേരളത്തിന് പുറത്തു നിന്നുള്ളവരാണ്. അതിൽ മലയാളികളായി ആകെ 5 പേർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതും ഈ ഒരു ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിനെ വേറിട്ട് നിർത്തുന്ന ഘടകമാണ്. ശരി, ഇനി ചേലക്കരയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് ശതമാനം എത്രയാണ് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി വിനയ രാജ് ചേരുന്നു. എത്രയാണ് അവിടുത്തെ വോട്ടെടുപ്പ് ശതമാനം? ഇപ്പോഴും എവിടെയെങ്കിലും ക്യൂകൾ ബാക്കിയുണ്ടോ, നിര ബാക്കിയുണ്ടോ? വോട്ടെടുപ്പ് സമയം കഴിഞ്ഞിരിക്കുകയാണല്ലോ. എന്താണ് പോളിംഗ് ശതമാനം? എന്തായാലും ചേലക്കരയിൽ ഇപ്പോഴും പല ബൂത്തുകളിലുമായി വോട്ടിംഗ് തുടരുകയാണ്. ഈ പല ബൂത്തുകളിലും ഇപ്പോഴും വലിയ രീതിയിലുള്ള തിരക്ക് തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. 70% കഴിഞ്ഞു, പോളിംഗ് ശതമാനം 70% കഴിഞ്ഞുവെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന പോളിംഗ് ശതമാനത്തിന്റെ വിവരങ്ങൾ അനുസരിച്ച് പറയാൻ സാധിക്കുന്നത്. ഈ രാവിലെ 7 മണി മുതൽ തന്നെ പല ബൂത്തുകളിലുമായി വലിയ ജനത്തിരക്ക് തന്നെയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഉച്ചയോടെ പല ബൂത്തുകളിലും ഈ തിരക്ക് കുറഞ്ഞെങ്കിലും വൈകിട്ടോടെ വീണ്ടും പല ബൂത്തുകളിലും വലിയ രീതിയിലുള്ള തിരക്ക് ആരംഭിക്കുകയായിരുന്നു. നമുക്കറിയാം, ഈ ചേലക്കരയിലെല്ലാം തന്നെ ഈ സാധാരണ തൊഴിലാളികളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 5 മണിക്ക് ശേഷം ജോലി കഴിഞ്ഞെത്തുന്ന ആളുകളുടെ തിരക്കാണ് ഇപ്പോൾ പല ബൂത്തുകളിലുമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ 6 മണിക്ക് മുൻപ് ഈ പോളിംഗ് ചെയ്യുന്ന ബൂത്തുകളുടെ സ്കൂൾ ഗേറ്റിലേക്ക് കിടക്കുന്ന ആളുകളാണ് ഇപ്പോൾ ഈ വോട്ടിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല ബൂത്തുകളിലും ഇപ്പോഴും വലിയ രീതിയിലുള്ള തിരക്ക് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഈ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പോളിംഗ് രേഖപ്പെടുത്താനുള്ള സമയമെങ്കിലും ഇപ്പോൾ 6 മണി കഴിഞ്ഞിട്ടും പല ബൂത്തുകളിലുമായി ഇപ്പോഴും ഈ വോട്ടിംഗ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ ചേലക്കരയെ സംബന്ധിച്ചിടത്താണെങ്കിലും വലിയ രീതിയിലുള്ള ഈ രാഷ്ട്രീയ പോരുകളും അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഈ 3 മുന്നണികളും നടന്ന ഒരു സ്ഥലമാണ് ഈ ചേലക്കര എന്ന് പറയുന്നത്. കൂടാതെ തന്നെ ഈ ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം 2 ലക്ഷത്തിലധികം വോട്ടർമാരാണ് ചേലക്കരയിലുള്ളത്. ഇന്ന് ഈ വോട്ടർമാരെല്ലാം തന്നെ ഈ പോളിംഗ് രേഖപ്പെടുത്തി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പകുതി മുക്കാലോളം വോട്ടർമാരും പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. കൂടാതെ തന്നെ ഈ വലിയ രീതിയിലുള്ള സംഘർഷങ്ങളൊന്നും തന്നെ ചേലക്കരയിൽ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ കൂടി ഈ ചില ബൂത്തുകളിലെല്ലാം തന്നെ ചെറിയ രീതിയിലുള്ള സംഘർഷങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. പ്രധാനമായും ഈ LDF-ഉം UDF-ഉം തമ്മിലുള്ള UDF പ്രവർത്തകരും തമ്മിലാണ് ചില ബൂത്തുകളിൽ സംഘർഷമുണ്ടായിരിക്കുന്നത്. അത് ചെറിയ രീതിയിലുള്ള സംഘർഷങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. ഗുരുതരമായ രീതിയിൽ ചോര ചിന്തുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് 62.37% വയനാട്ടിലെ ഇപ്പോഴത്തെ വോട്ടെടുപ്പ് ശതമാനം. അതേസമയം ചേലക്കരയിലാണെങ്കിൽ 70 അടുക്കുന്ന രീതിയിലുള്ള 69.43% എന്നുള്ള രീതിയിലേക്കും വരുന്നു. അങ്ങനെ വയനാട്ടിൽ ഏറ്റവും കുറവ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന പോളിംഗ് ശതമാനത്തേക്കാൾ വലിയ രീതിയിലുള്ള ഗണ്യമായിട്ടുള്ള കുറവുണ്ടായിരിക്കുന്നു. ചേലക്കരയിൽ അങ്ങനെയല്ല, അത് 70% അടുത്ത് വരുന്നു. ഇനി നമ്മൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഏത് രീതിയിലാണ് ഈ പോളിംഗ് ശതമാനം ഇനി വോട്ടെണ്ണലിന് ശേഷമുള്ള ഫലപ്രഖ്യാപനത്തിൽ ഏത് രീതിയിലാണ് അത് പ്രതിഫലിക്കുക എന്നാണ് നമ്മൾക്ക് അറിയേണ്ടത്. KB ലിബീഷ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയുന്നു. വയനാട്ടിലും ചേലക്കരയിലും വോട്ടെടുപ്പ് അവസാനിച്ചിരിക്കുന്നു, പൂർണ്ണമായിട്ടും അവസാനിച്ചിരിക്കുന്നു. നിരകളെല്ലാം തീർന്നിരിക്കുന്നു. വോട്ടെടുപ്പ് വയനാട് ചേലക്കര പോളിംഗ് അവസാനിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് കൃത്യമായിട്ട് പറയാവുന്ന ഒരു നിമിഷമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ വോട്ടെല്ലാം ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലായതോടുകൂടി മുന്നണി ക്യാമ്പുകളിൽ സ്വാഭാവികമായിട്ടും കൂട്ടലും കിഴിക്കലും ഇപ്പോൾ തന്നെ തകൃതിയായിട്ട് നടക്കുന്നുണ്ടാവും. അതിൽ വയനാട്ടിൽ നേരത്തെ തൊട്ടു മുമ്പ് വയനാട്ടിൽ നിന്ന് റിയാസ് KM സൂചിപ്പിക്കുകയുണ്ടായി. അവിടുത്തെ പോളിംഗ് ശതമാനം കുറഞ്ഞത്, വലിയ രീതിയിൽ കുറഞ്ഞത്, എന്തുകൊണ്ടത് കുറഞ്ഞു എന്നുള്ളതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ റിയാസ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ലിബീഷെ, ഇതിൽ വയനാട്ടിലെ പോളിംഗ് ശതമാനം കുറഞ്ഞതിനെക്കുറിച്ച് എൻ്റെ ഒരു നോട്ടത്തിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രിയങ്ക ഗാന്ധിയെ ആയിരിക്കില്ലേ അത് പ്രധാനമായിട്ടും ബാധിക്കുക എന്നുള്ളതാണ്. കാരണം LDF-നെ സംബന്ധിച്ച് ഒരു കേഡർ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ സഖാക്കളെ സംബന്ധിച്ചിട്ട് ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോവുക എന്ന് പറയുന്നത് ആരുടെയും നിർബന്ധ ബുദ്ധി കൊണ്ടല്ലാതെ സ്വയമേവ പോകുന്ന ഒരു എണ്ണയിട്ട യന്ത്രപ്രകൃതമാണ് ഒരു കേഡർ പാർട്ടിയെ സംബന്ധിച്ചുണ്ടാവുക. അതുകൊണ്ട് അവരുടെ വോട്ടുകൾ കൃത്യമായിട്ട് ആ യന്ത്രത്തിൽ അത് പതിക്കപ്പെട്ടിട്ടുണ്ടാവും. അതേ സമയത്ത് അത് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അല്ലെങ്കിൽ BJP-യെ സംബന്ധിച്ചിട്ടാണെങ്കിലൊക്കെ ഈ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനവുമില്ല. എന്താണ് തോന്നുന്നത്?
ഈ വയനാട്ടിലെ മന്ദഗതിയിലുള്ള പോളിനെ കുറിച്ച് നമ്മൾ LDF നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അവർ സൂചിപ്പിക്കുന്നത് നേരത്തെ MS പറഞ്ഞതുപോലെ തന്നെയാണ്. അവരുടെ വോട്ടുകൾ കൃത്യമായി തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സുശക്തമായ സംഘടനാ സംവിധാനത്തിൻ്റെ പിൻബലത്തിൽ LDFൻ്റെ ഒരു കേഡറെ പോലും വിട്ടുപോകാതെ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു അഭിപ്രായമാണ് LDF നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. അതേസമയം തന്നെ അവർ ഉന്നയിച്ച ഒരു പ്രചരണം അത് ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നും LDF കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഈ ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അടിച്ചേൽപ്പിച്ച ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പിനോട് സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കൊരു മനമെടുപ്പ് ഉണ്ടായിട്ടുണ്ട്. അതാണ് ഈ പോളിംഗ് ശതമാനം കുറയാനായിട്ടുള്ള കാരണം. അത് പ്രിയങ്ക ഗാന്ധിക്ക് കോൺഗ്രസും UDF കേന്ദ്രങ്ങളും ഒക്കെ അവകാശപ്പെടുന്ന പോലെ 5 ലക്ഷത്തിൻ്റെ കൂറ്റൻ ഭൂരിപക്ഷത്തിലേക്കൊന്നും എത്തിക്കാൻ പോകുന്ന പോളിംഗ് ഒന്നുമല്ല ഇപ്പോൾ വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം വയനാട് മണ്ഡലത്തിൽ നേരത്തെ തന്നെ ഈ സത്യൻ മൊകേരിയുടെ ചരിത്രം പരിശോധിച്ചാൽ 2009 MI ഷാനവാസിനെ വെറും 20,000 വോട്ടുകൾക്കാണ് MI ഷാനവാസ് ലോക്സഭയിലേക്ക് അന്ന് ജയിച്ചു കയറിയത്. തൊട്ടു മുൻപ് 2009 വയനാട് ലോക്സഭാ മണ്ഡലം രൂപീകരിച്ച ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് 2009 ആ 2009 1.5 ലക്ഷത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് MI ഷാനവാസ് ഡൽഹിക്ക് വണ്ടി കയറിയത്. അന്ന് ഇപ്പോഴത്തെ UDFൻ്റെ കുന്തമുനിയായ K മുരളീധരൻ അന്ന് NCP സ്ഥാനാർത്ഥിയായിട്ട് റിബലായിട്ടാണ് അന്ന് വയനാട് മണ്ഡലത്തിൽ മത്സരിച്ചത്. അന്ന് അദ്ദേഹം 1 ലക്ഷത്തിനടുത്ത് വോട്ട് K മുരളീധരൻ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നേടുകയും ചെയ്തു. 2009 നിന്നും 2014 എത്തുമ്പോൾ MI ഷാനവാസിൻ്റെ ഭൂരിപക്ഷം വെറും 20,000 കുറഞ്ഞു. അങ്ങനെ 20,000 കുറച്ച സത്യൻ മൊകേരിയാണ് ഇപ്പോഴത്തെ LDF സ്ഥാനാർത്ഥി എന്നതുകൂടി നമ്മൾ ഇതോടുകൂടി ചേർത്ത് വായിക്കണം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറഞ്ഞിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. 2019 4,30,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം നൽകി രാഹുൽ ഗാന്ധിയെ പാർലമെന്റിലേക്ക് അയച്ച വയനാട്ടുകാർ തൊട്ടടുത്ത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുലിൻ്റെ ഭൂരിപക്ഷത്തിൽ 67,000 വോട്ടിൻ്റെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ UDFൻ്റെ വോട്ട് കണക്കിൽ വലിയ കുറവ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി വന്നപ്പോഴും അതിന് മാറ്റമുണ്ടാവില്ല. UDFൻ്റെ വോട്ടിംഗ് കണക്കിൽ വലിയ രീതിയിലുള്ള കുറവുണ്ടാകുമെന്ന് തന്നെയാണ് LDF കേന്ദ്രങ്ങൾ പറയുന്നത്. ഇനി നമ്മൾക്ക് വയനാട്ടിലേക്ക് തന്നെ നമുക്ക് വരേണ്ടതുണ്ട്. അതിന് മുമ്പ് പെട്ടെന്ന് തന്നെ ചേലക്കരയിലെ പോളിംഗ് ശതമാനത്തെ നമ്മൾക്ക് എങ്ങനെയാണ് വിലയിരുത്താൻ കഴിയുക? ചേലക്കരയിലെ ഇതിന് മുൻപത്തെ പോളിംഗ് ശതമാനവും ഇപ്പോഴത്തെ പോളിംഗ് ശതമാനവും വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ആവേശത്തോടു കൂടിയുള്ള പ്രചാരണത്തിന് ആനുപാതികമായിട്ടുള്ള ഒരു പോളിംഗ് ശതമാനം ഉണ്ടായിട്ടുണ്ടോ? ചേലക്കരയിൽ ഇപ്പോഴും വോട്ടർമാരുടെ നീണ്ട നിര തന്നെ പല ബൂത്തുകളിലും കാണാനുണ്ട്. ചേലക്കരയിൽ വലിയ രീതിയിലുള്ള പ്രചണ്ഡമായ ഒരു പ്രചരണമാണ് നടന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനം വോട്ടിങ്ങിൽ കാണാനുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണത്തെ അത്ര പോളിംഗ് ശതമാനത്തിലേക്ക് എത്താനുള്ള ഒരു സാധ്യത കാണുന്നില്ല. ചേലക്കര മണ്ഡലത്തെ സംബന്ധിച്ചാണെങ്കിൽ ഈ UDFന് ഒരു കാലത്ത് UDFൻ്റെ കുത്തകയായിരുന്ന മണ്ഡലമാണ്. പിന്നീട് അവർക്കത് കൈവിട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. UDFൻ്റെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം വളരെ ദുർബലമായൊരു മണ്ഡലമാണ് ചേലക്കര എന്ന് പറയുന്നത്. ഇലക്ഷന് മുൻപ് നടത്തേണ്ട പ്രാഥമികമായ കാര്യങ്ങൾ ചെയ്യാൻ പോലും കോൺഗ്രസിന് അവിടെ പലപ്പോഴും കഴിയാറില്ല. അതായത് ഈ വോട്ടർമാരെ ചേർക്കുക, കൃത്യമായി അവരെ ബൂത്തുകളിൽ എത്തിക്കുക, അവരെ വോട്ട് ചെയ്യിപ്പിക്കുക തുടങ്ങിയ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് നടത്തേണ്ട സംഘടനാപരമായ ഉത്തരവാദിത്തങ്ങളൊന്നും കോൺഗ്രസ് അവിടെ നിർവഹിക്കാത്തതിൻ്റെ ഒരു പ്രതിഫലനം പല തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. K രാധാകൃഷ്ണൻ എന്ന പേരിനോടാണ് ചേലക്കരയ്ക്ക് ഏറ്റവും കൂടുതൽ ആഭിമുഖ്യമുള്ളത്. 1996 ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ 2016 ഒഴികെയുള്ള മുഴുവൻ തെരഞ്ഞെടുപ്പിലും K രാധാകൃഷ്ണനെയാണ് ചേലക്കര മണ്ഡലം പിന്തുണച്ചത്. പക്ഷെ അതിന് മുൻപും ചേലക്കരയ്ക്ക് ഒരു ചരിത്രം ഉണ്ടായിരുന്നു. ആ ചരിത്രം KK ബാലകൃഷ്ണൻ എന്ന കോൺഗ്രസ് നേതാവിനോട് കൂടി ചേർത്ത് വയ്ക്കേണ്ട ഒരു ചരിത്രമാണ്. K രാധാകൃഷ്ണനോളം തന്നെ തലപ്പൊക്കമുള്ള ഒരു കോൺഗ്രസ് നേതാവായിരുന്നു KK ബാലകൃഷ്ണൻ. അദ്ദേഹം മുൻ മന്ത്രിയായിരുന്നു. ചേലക്കരയിലെ ജനകീയനായ നേതാവായിരുന്നു. 1965 ചേലക്കര മണ്ഡലം രൂപീകരിച്ച ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ ചേലക്കരക്കാർ തെരഞ്ഞെടുത്ത് അയച്ചത് KK ബാലകൃഷ്ണനെയാണ്. എന്നാൽ അദ്ദേഹത്തിന് MLA ആയിരിക്കാനുള്ള യോഗം ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 1965 തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷമില്ലാത്തതിനെ തുടർന്ന് അന്ന് നിയമസഭ രൂപീകരിച്ചില്ല. അങ്ങനെ KK ബാലകൃഷ്ണന് ആദ്യ തെരഞ്ഞെടുപ്പിൽ ജയിച്ചെങ്കിലും MLA ആകാൻ കഴിയാതെ പോയി. 1967 പിന്നീട് ഇലക്ഷൻ നടക്കുന്നത്. 67 KK ബാലകൃഷ്ണൻ അവിടെ വിജയിക്കാൻ കഴിഞ്ഞില്ല. അവിടെ CPMനാണ് വിജയിക്കാൻ കഴിഞ്ഞത്. 67 EMSന്റെ സപ്തകക്ഷി മുന്നണിക്കും അല്പായുസായിരുന്നു. 3 വർഷത്തിന് ശേഷം 70 വീണ്ടും തെരഞ്ഞെടുപ്പ്. 70 KK ബാലകൃഷ്ണനെ ചേലക്കരക്കാർ 2 കൈയും നീട്ടി സ്വീകരിച്ചു. അദ്ദേഹം അവിടെ നിന്ന് ജയിച്ചു കയറി. 70 ശേഷം പിന്നീട് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 1977 സാധാരണ 5 വർഷത്തിൽ ഒരിക്കലാണെങ്കിൽ പിന്നീട് 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനാൽ 77 മാത്രമാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അന്നും 77 KK ബാലകൃഷ്ണനെ തന്നെയാണ് ചേലക്കരക്കാർ തെരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് അയച്ചത്. 77 സർക്കാരിന് അല്പായുസ്, 80 വീണ്ടും തെരഞ്ഞെടുപ്പ്. 80 KK ബാലകൃഷ്ണൻ ചേലക്കരയെ പ്രതിനിധീകരിച്ചു. പിന്നീട് 82 മണ്ഡലം UDFനെ അല്ലെങ്കിൽ കോൺഗ്രസിനെ കൈവിടുന്നത്. അന്ന് കോൺഗ്രസിനെ തോൽപ്പിച്ച് CK ചക്രവാണി എന്ന CPM നേതാവ് അവിടെ നിന്ന് ജയിച്ചു കയറുന്നു. 82 ശേഷം 1987 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ എറണാകുളം ജില്ലയിൽ നിന്നുള്ള പ്രമുഖനായ നേതാവ്
MA കുട്ടപ്പനെയാണ് ചേലക്കരക്കാർ തെരഞ്ഞെടുത്ത് അയച്ചത്. 87 ശേഷം ആ മന്ത്രിസഭയ്ക്ക് കാലാവധി പൂർത്തിയാക്കാതെ നിയമസഭ പിരിച്ചുവിട്ട് 1991 തെരഞ്ഞെടുപ്പിൽ MP താമിയെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്തയച്ചു. അദ്ദേഹവും ഒരു കോൺഗ്രസ് നേതാവ് തന്നെയായിരുന്നു. 91 ശേഷം 96 മുതൽ K രാധാകൃഷ്ണന്റെ കുത്തക സീറ്റായി ചേലക്കര മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷം കുറഞ്ഞിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി ചേർത്ത് വായിക്കണം. 39,400 വോട്ടിന് നിയമസഭയിലേക്ക് ജയിച്ചു കയറിയ K രാധാകൃഷ്ണൻ ഇപ്പോഴത്തെ UDF സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസ് ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ ചേലക്കരയിൽ രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷം 5000 വോട്ടിന് മാത്രമായിരുന്നു എന്നുള്ള ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യം കൂടി മുന്നിലുണ്ട്. അതുകൊണ്ട് UDFന് അത്ര പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. ഒരു 5000-ൽ താഴെ വോട്ടിനെങ്കിലും ചേലക്കര മാറി ചിന്തിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് UDF കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നത്. LDF ആകട്ടെ ഏത് സാഹചര്യത്തിലായാലും 10,000-ൽ മുകളിൽ വോട്ടിൽ ചേലക്കര ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ 2 സ്ഥാനാർത്ഥികളെ കൂടി എടുത്തു പറയണം. ഒന്ന് BJPയുടെ K ബാലകൃഷ്ണനും മറ്റൊന്ന് PV അൻവറിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന NK സുധീറും. K ബാലകൃഷ്ണൻ അവിടെ ബാലേട്ടൻ ഒരു വോട്ട് എന്ന ടാഗ് ലൈനിലാണ് അദ്ദേഹം തന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം നയിച്ചത്. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് അംഗമാണ് K ബാലകൃഷ്ണൻ. ഒരു നാട്ടുകാരന് ഒരു വോട്ട് എന്നുള്ള രീതിയിൽ BJP വലിയ പ്രചരണം അവിടെ നടത്തിയിട്ടുണ്ട്. 4 ലക്ഷത്തോളം വോട്ട് സമാഹരിക്കാനുള്ള ഒരു സംഘടനാ ശേഷി BJPക്ക് ആ മണ്ഡലത്തിലുണ്ട്. PV അൻവറിന്റെ സ്ഥാനാർത്ഥി NK സുധീർ എത്ര വോട്ട് പിടിക്കുമെന്നുള്ളത് ഒരു രാഷ്ട്രീയ കൗതുകമായിരിക്കും. ചേലക്കരയിൽ ഇപ്പോഴും നിരവധി ബൂത്തുകളിൽ വോട്ടർമാർ വോട്ട് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. വൈകിട്ട് 6 മണി വരെ എത്തിയവർക്ക് അവിടെ വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ടാവും. എങ്കിൽ പോലും കഴിഞ്ഞ തവണത്തെ 77-ന് സമാനമായിട്ടുള്ള ഒരു പോളിംഗ് ശതമാനം ചേലക്കരയിലും ഉണ്ടാവാൻ സാധ്യതയില്ല. ഈ 2 മണ്ഡലങ്ങളിലെയും പോളിംഗ് ശതമാനത്തിലുണ്ടായിരിക്കുന്ന ഗണ്യമായ കുറവ് എന്ന് പറയുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പിനോട് വോട്ടർമാർക്ക് പൊതുവെ ഉണ്ടായിട്ടുള്ള ഒരു വിരക്തി, ആവേശം ഇല്ലായ്മ, തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളിൽ രാഷ്ട്രീയ നേതാക്കളും അണികളും നടത്തിയ വലിയ പ്രകമ്പനം സൃഷ്ടിച്ച കൊട്ടിക്കലാശം അടക്കമുള്ളവ കാണുമ്പോൾ അവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ആൾക്കൂട്ടങ്ങളിലേക്ക് മാത്രം ക്യാമറ ഫിക്സ് ചെയ്യപ്പെടുമ്പോൾ നമ്മൾക്ക് തോന്നും വലിയ രീതിയിലുള്ള ആവേശ പ്രചാരണമാണ് നടക്കുന്നത് എന്ന്. പക്ഷേ അടിത്തട്ടിൽ സാധാരണ ജനം അവരുടെ നിത്യേനയുള്ള ജീവിതവൃത്തികൾ മുഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് മാത്രമല്ല, ഇന്നത്തെ ഒരു ദിവസം ഈ സ്വന്തം തൊഴിൽ മാറ്റിവെച്ചുകൊണ്ട് വോട്ട് ചെയ്യാൻ വരേണ്ടതില്ല, അങ്ങനെ ഒരു പ്രത്യേക ആവശ്യകതയോ അടിയന്തര സാഹചര്യമോ ഒന്നും ഈ ഉപതെരഞ്ഞെടുപ്പ് മുന്നോട്ട് വയ്ക്കുന്നില്ല എന്ന് ജനം മനസ്സിലാക്കി എന്ന് പറയുന്നിടത്ത് വലിയ രീതിയിൽ ഈ പോളിംഗ് ശതമാന കുറവ് വയനാട്ടിലേതുപോലെ തന്നെ ചേലക്കരയിൽ എങ്ങനെ അത് ബാധിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടല്ലോ ലിബീഷ്. ചേലക്കര നമുക്കറിയാം, ചേലക്കര ഒരു സാധാരണ ഒരു ഗ്രാമീണ മണ്ഡലമാണ്. കർഷക തൊഴിലാളികളും നെൽകർഷകരും ഒക്കെ തിങ്ങിപ്പാർക്കുന്ന ഒരു മണ്ഡലമാണ്. നമ്മൾ ഒരുപാട് വർണ്ണിച്ചിട്ടുള്ളതാണ് ചേലക്കര മണ്ഡലത്തെക്കുറിച്ച്. ഭാരതപ്പുഴ അതിരിട്ടൊഴുകുന്ന മണ്ഡലം, വാഴാലിക്കാവിൻ്റെ സൗന്ദര്യം പേറുന്ന മണ്ഡലം, കൂത്താമ്പള്ളിയുടെ കൈത്തറി നെയ്യുന്ന ഗ്രാമങ്ങളുടെ സൗന്ദര്യം ഉണരുന്ന ഒരു മണ്ഡലം, അങ്ങനെയൊക്കെ ഒരുപാട് വിശേഷങ്ങളുള്ള മണ്ഡലമാണെങ്കിൽ പോലും ഒരുപാട് അടിസ്ഥാന പ്രശ്നങ്ങൾ ആ മണ്ഡലത്തിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും യാഥാർത്ഥ്യം. നമ്മൾ ആ മണ്ഡലത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. പല റോഡുകളും ഇപ്പോഴും വളരെ പൊട്ടിപ്പൊളിഞ്ഞൊരവസ്ഥയിലാണുള്ളത്. അടിസ്ഥാനപരമായ കുടിവെള്ളം അടക്കമുള്ള സൗകര്യങ്ങളുടെ കാര്യത്തിൽ മണ്ഡലം വളരെയധികം പിന്നിൽ നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇതിലൊക്കെ ആരാണ് ഉത്തരവാദി എന്നുള്ള ചോദ്യം പലപ്പോഴും ഉയർന്നു വരുന്നുണ്ട്. K രാധാകൃഷ്ണൻ ദീർഘകാലം പ്രതികരിച്ച മണ്ഡലത്തിൽ അദ്ദേഹം മന്ത്രിയായിരുന്നു, സ്പീക്കറായിരുന്നു, എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ചോദ്യമാണ് UDF ഉയർത്തുന്നതെങ്കിൽ, രമ്യ ഹരിദാസ് 5 കൊല്ലം അവിടെ MP ആയി പ്രവർത്തിച്ച ആളാണ്. ചേലക്കര ഉൾപ്പെടുന്ന ആലത്തൂർ നിയോജക മണ്ഡലത്തിൽ MP ആയിരുന്നിട്ട് എടുത്തു പറയത്തക്ക എന്ത് നേട്ടം ചേലക്കര മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ രമ്യ ഹരിദാസിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു ചോദ്യം LDFും ഉയർത്തുന്നുണ്ട്. പക്ഷേ ഇതിൽ കൃത്യമായിട്ടും ഈ LDF ക്യാമ്പ് മറുപടി പറഞ്ഞു പോകുന്നത് ചേലക്കരയ്ക്ക് 96-ന് മുമ്പുള്ള ഒരു ചരിത്രം ഉണ്ടായിരുന്നു. അന്ന് 8 തെരഞ്ഞെടുപ്പാണ് നടന്നത്. 8 തെരഞ്ഞെടുപ്പിൽ 6-ലും UDF കോൺഗ്രസ് ആണ് ആ മണ്ഡലത്തിൽ ജയിച്ചത്. അന്നൊന്നും കൊണ്ടുവരാത്ത വികസനം 1996-ന് ശേഷം ആ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് LDF കേന്ദ്രങ്ങൾ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ മണ്ഡലത്തിൽ എടുത്തു പറയത്തക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. K രാധാകൃഷ്ണൻ അവിടെ പ്രതിനിധിയായതിനു ശേഷമാണ് ചേലക്കര പോളിടെക്നിക് എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് തുടക്കമിട്ടു. ഇന്നത് വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. നിരവധി സ്കൂളുകളുടെ മുഖച്ഛായ മാറ്റുന്ന വികസന പ്രവർത്തനങ്ങൾ ആ മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട്. ആരോഗ്യരംഗത്തും K രാധാകൃഷ്ണൻ അവിടെ ശ്രദ്ധേയമായ മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുണ്ട്. എങ്കിലും ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു അപര്യാപ്തത മണ്ഡലത്തിൽ നിറഞ്ഞു കാണുന്നുണ്ട്. അതോടൊപ്പമാണ് ഈ നെല്ല് സംഭരണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ കർഷകരുടെയൊക്കെ ഒരു അതൃപ്തി നിലനിൽക്കുന്നത്. പിന്നീട് ഒരു വിഷയമായിട്ട് അവിടെ നമുക്ക് പറയേണ്ടത്, ഈ അടിച്ചേൽപ്പിക്കപ്പെട്ട
ഒറ്റപ്പെട്ട ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളൊരു വികാരം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം യാഥാർത്ഥ്യമാണ്. അവിടെ പ്രതികരിച്ചിരുന്ന കെ രാധാകൃഷ്ണനെ മാറ്റി അദ്ദേഹത്തെ ലോക്സഭയിലേക്ക് നിയോഗിച്ച് അദ്ദേഹം ലോക്സഭയിലേക്ക് ജയിച്ചു കയറിയെങ്കിൽ പോലും എന്ത് സാഹചര്യത്തിലാണ് കെ രാധാകൃഷ്ണനെ അവിടെ നിന്ന് മാറ്റിയത് എന്നുള്ള ഒരു ചോദ്യത്തിന് തൃപ്തികരമായ ഒരു ഉത്തരം നൽകാൻ LDF കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വ്യക്തിപരമായിട്ട് ആ പ്രചരണ രംഗം വിലയിരുത്തുമ്പോൾ ഒരു സംശയമുണ്ട്. UDF ആണെങ്കിൽ അവസാന ഘട്ടത്തിൽ കെ രാധാകൃഷ്ണനെ മാറ്റിയത് ഒരു രാഷ്ട്രീയ വിവാദമായിട്ട് തന്നെ ഉയർത്തിക്കൊണ്ടു വന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യവും നിലനിൽക്കുന്നുണ്ട്. കെ രാധാകൃഷ്ണനെ മാറ്റിയത് അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള രാഷ്ട്രീയ വളർച്ചയ്ക്ക് തടസ്സമിടാനാണ്. ഒരു പട്ടികജാതിക്കാരനെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയത് എന്തുകൊണ്ട് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉയർത്തി UDF അവസാന ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രചരണം ആ മണ്ഡലത്തിൽ നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾക്ക് നടുവിലാണ് ചേലക്കര വിധി എഴുതിയിട്ടുള്ളത്. എന്തായാലും ഇനിയിപ്പോൾ കൂട്ടലിൻ്റെയും കിഴിക്കലിൻ്റെയും ഒക്കെ കാലമാണ്. നന്നായിട്ട് ഗൃഹപാഠം ചെയ്തത് ആരാണെന്നൊക്കെ നമുക്ക് വോട്ടെണ്ണി കഴിയുമ്പോൾ അറിയാം. ഏതായാലും ചേലക്കരയിൽ ഇപ്പോൾ വോട്ടെടുപ്പ് ശതമാനം കൂടിയിരിക്കുകയാണ്. 71.65% വന്നിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് വയനാടിനോട് ചേർത്ത് വെക്കാവുന്ന രീതിയിൽ ചേലക്കരയെ കാണേണ്ടതില്ല. ചേലക്കരയിൽ ഒരു സാധാരണഗതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിരിക്കുന്ന ആ സംഖ്യയോട് ഏകദേശം അടുത്ത് വരുന്ന രീതിയിൽ ഈ ഉപതെരഞ്ഞെടുപ്പായിട്ട് പോലും ആ രീതിയിലുള്ളൊരു പ്രതികരണം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത് ചേലക്കരയെ സംബന്ധിച്ചിട്ട് ജനാധിപത്യത്തിൻ്റെ ഉത്സവം നടന്നു എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. വയനാടിൻ്റെ കാര്യത്തിലാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനങ്ങൾക്ക് ഒരു മടുപ്പുണ്ടായിട്ടുണ്ട്. ആ മടുപ്പ് പോളിംഗ് ശതമാനത്തിൽ പ്രകടമാണ് എന്ന് പറയാവുന്ന അവസ്ഥ വരുന്നത്. എന്തായാലും നേരത്തെ ഒരു 5 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ പറയുന്ന രീതിയിൽ പോളിംഗ് ശതമാനത്തെ മുന്നോട്ട് വെച്ചുകൊണ്ട് വിലയിരുത്താവുന്ന ഒന്നല്ല ഒരു ഒറ്റ മണ്ഡലത്തെ അല്ലെങ്കിൽ ഒരു ലോക്സഭാ മണ്ഡലത്തെ ഒരു നിയമസഭാ മണ്ഡലത്തെ അവിടുത്തെ പോളിംഗ് ശതമാനം വെച്ചുകൊണ്ട് വിലയിരുത്തുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലിബീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി ഈ കണക്കുകൂട്ടലുകൾ അങ്ങോട്ട് വായുവിൽ നടത്തിക്കൊണ്ടിരിക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ ആശ്വാസം പ്രകടിപ്പിക്കുക എന്നത് മാത്രമേ മാർഗമുള്ളൂ. പക്ഷേ വേറൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത്, ഇന്ന് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കൂടി നടന്നിരുന്നുവെങ്കിൽ, ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർണ്ണമായും അവസാനിച്ചിരുന്നുവെങ്കിൽ ഓരോ നേതാക്കളുടെയും ഉള്ളിൽ അടച്ചമർത്തി വെച്ചിരുന്ന വിമ്മിട്ടത്തോടു കൂടി നിന്നിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ അവർ പുറത്ത് പറഞ്ഞു തുടങ്ങിയേനെ. എല്ലാ തെരഞ്ഞെടുപ്പിൻ്റെയും വോട്ടെടുപ്പിന് ശേഷമാണ് അതുവരെ വോട്ടിങ്ങിൽ സ്വാധീനം ചെലുത്താതിരിക്കാൻ വേണ്ടി ഉള്ളിൽ ഒതുക്കി വെച്ചിരുന്ന ആത്മസംഘർഷങ്ങളും അമർഷങ്ങളും ഒക്കെ പുറത്തു വരുന്നത് ഈ പോളിംഗ് കഴിയുന്നതോടുകൂടിയായിരിക്കും. പക്ഷേ ഇത്തവണ അതിന് മാർഗമില്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഇങ്ങനെ ബലം പിടിച്ച് നിൽക്കേണ്ടി വരും. ഏതോ ഒരു സിനിമയിൽ ഇന്നസെൻ്റ് രഹസ്യം സൂക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ട് മൈതാനത്ത് പോയിട്ട് ഒച്ച വെച്ച് ബഹളം വെച്ച് പറയുന്നത് പോലെ വിജനതയിൽ അത് പറയലേ മാർഗമുള്ളൂ എന്നുള്ള അവസ്ഥയും കൂടിയുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ അമർഷങ്ങളൊക്കെ പുറത്തു വന്നിരുന്നെങ്കിൽ ആ അമർഷങ്ങളും അതേപോലെ തന്നെ ഈ കണക്കുകളും പോളിംഗ് ശതമാന കണക്കും വെച്ചുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി വ്യക്തതയോടുകൂടി പറയാൻ കഴിയുമായിരുന്നു, അല്ലേ ലിബീഷ്? അതെ, പോളിംഗ് ശതമാനം ചേലക്കരയിൽ എന്തായാലും ഇതായിരിക്കില്ല. ചേലക്കര നല്ല രീതിയിൽ തന്നെ ഇപ്പോഴും അവിടെ പോളിംഗ് നടക്കുന്നുണ്ട്. ആളുകളുടെ നീണ്ട നിരയുണ്ട്. 6 മണിക്ക് മുൻപ് പോളിംഗ് സ്റ്റേഷൻ അകത്ത് കയറി എല്ലാ ആളുകൾക്കും വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് തന്നെ അന്തിമ കണക്ക് വരുമ്പോൾ ചേലക്കരയിലെ പോളിംഗ് ശതമാനം ഉയരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവിടെ ഒരു ഗ്രാമീണ മണ്ഡലമായതുകൊണ്ട് തന്നെ ആളുകൾ തീർച്ചയായിട്ടും വോട്ട് രേഖപ്പെടുത്തുന്നതിൽ അങ്ങനെ ഒരു വിമുഖത കാണിക്കുന്ന ആളുകളല്ല. രാഷ്ട്രീയപരമായി തന്നെ കൃത്യമായ ബോധ്യമുള്ള ഒരു ജനതയാണ് ചേലക്കരയിലേത്. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം ഉയരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമ്മൾ സൂചിപ്പിച്ച ആ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചൊരു സാഹചര്യത്തിൽ പല പ്രതികരണങ്ങൾക്കും മടിക്കുകയാണ്. സംസ്ഥാന രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഇത് കേരളത്തിൻ്റെ ഭരണത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണത്തിലോ ഒന്നും അങ്ങനെ നിർണായകമായ ഒരു സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഉപതെരഞ്ഞെടുപ്പ് ഒന്നുമല്ല. ആര് ജയിച്ചാലും തോറ്റാലും ഒന്നും അത് ഭരണത്തിൻ്റെ ശാക്തിക ബലാബലത്തിലോ ഒന്നും വലിയ രീതിയിൽ സ്വാധീനം ഉണ്ടാക്കില്ല. മുൻപ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തൊന്നും അതല്ലായിരുന്നു സ്ഥിതി. ഓരോ ഉപതെരഞ്ഞെടുപ്പും വളരെ നിർണായകമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് അന്ന് കടന്നുപോയിരുന്നത്. കാരണം അന്ന് സർക്കാർ വളരെ നേരിയ ഒരു ഭൂരിപക്ഷത്തിൽ അധികാരത്തിലിരുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. എങ്കിൽ പോലും ഈ ഉപതെരഞ്ഞെടുപ്പ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിർണായകമായ ചലനങ്ങൾ ഉണ്ടാക്കും എന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല. പല രാഷ്ട്രീയ നേതാക്കളുടെയും മുന്നോട്ടുള്ള രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ച്, അവരുടെ ഇനിയുള്ള അവരെ തേടിയെത്താനിരിക്കുന്ന പദവികൾ സംബന്ധിച്ചൊക്കെ വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് പുറത്തു വരാനിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഈ തെരഞ്ഞെടുപ്പ് ദിവസം പുറത്തു വന്ന ഒരു വിവാദം, EP ജയരാജന്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ട് വിവാദം. അദ്ദേഹം അത് എഴുതിയിട്ടില്ല എന്ന് പറയുന്നു. പിന്നെ എന്തുകൊണ്ട് DC ബുക്സ് പോലുള്ള ഇത്രയും പ്രമുഖരായ പ്രസാധകരുടെ പേരിൽ ആത്മകഥയുടെ ഭാഗങ്ങൾ പുറത്തു വരുന്നു? അതിനൊക്കെ ഇനി ഉത്തരം കിട്ടേണ്ടതാണ്. എങ്കിൽ പോലും EP ജയരാജൻ ഉയർത്തിവിട്ട ഈ വിവാദം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ദിവസവും ഉണ്ടായതാണ്. ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ദിവസവും ഇതുണ്ടായത് അത്ര യാദൃശ്ചികമായിട്ട് CPM കേന്ദ്രങ്ങൾ ആരും തന്നെ കരുതുന്നില്ല. ഇപ്പോൾ അവർ ഈ ഉപതെരഞ്ഞെടുപ്പൊക്കെ കഴിയാൻ നിൽക്കുന്നത് കൊണ്ട് വലിയ ശക്തമായൊരു പ്രതികരണത്തിലേക്കൊന്നും പോയിട്ടില്ല. തൽക്കാലം EP പറയുന്നത് വിശ്വസിച്ച് അവർ ഇരിക്കുകയാണ്. CPMന്റെ സമ്മേളനങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ CPM രാഷ്ട്രീയത്തിലും വലിയ
ചലനങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു വിവാദം തന്നെയാണ് ഇപ്പോഴും ഉയർന്നു വന്നിരിക്കുന്നത്. UDF ക്യാമ്പിനെ സംബന്ധിച്ചാണെങ്കിൽ VD സതീശൻ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് വയനാട്ടിൽ ഭൂരിപക്ഷം ഉയർന്നില്ലെങ്കിൽ അത് വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടും. ചേലക്കര മറിഞ്ഞാൽ ആശ്വാസം, പാലക്കാട് നിലനിർത്തിയില്ലെങ്കിൽ അത് VD സതീശന്റെ പൊളിറ്റിക്കൽ ഗ്രാഫിനെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒന്നായി തന്നെ മാറും. എന്തായാലും പാലക്കാട് തെരഞ്ഞെടുപ്പ് 20-നാണ്. അതുവരെ കാത്തിരിക്കുകയേ നിർവാഹമുള്ളൂ. 23-ന് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന ചലനങ്ങൾ അത് ചെറുതായിരിക്കില്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ ചേലക്കരയിലെ 7-ാം നമ്പർ ബൂത്തിൽ ഇപ്പോഴും നീണ്ട വലിയൊരു നിര ഉണ്ട് എന്നതാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് പോളിംഗ് ശതമാനം ഉയരും. ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇനി വോട്ട് എണ്ണി കഴിയുമ്പോൾ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരു ദൂരവ്യാപകമായിട്ടുള്ള സ്വാധീനങ്ങളൊന്നും ഉണ്ടാക്കുന്നതല്ല ഈ രണ്ട് ഫലങ്ങളെങ്കിൽ പോലും ഓരോ രാഷ്ട്രീയ കക്ഷിക്കും മുന്നണിക്കും ഇനം തിരിച്ചുകൊണ്ട് ഇപ്പോഴത്തെ ചില പ്രവണതകളെ ഇനി ഭാവിയിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതേപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് അറിയാനുള്ള ഒരു ഗൃഹപാഠ പട്ടിക ഇതിന് ശേഷം ലഭിക്കും. പ്രത്യേകിച്ചും ചേലക്കരയിൽ PV അൻവറിന്റെ സ്ഥാനാർത്ഥി എന്ത് പ്രതികരണമാണ് ഉണ്ടാക്കുക, എന്ത് സ്വാധീനമാണ് ഉണ്ടാക്കുക, ആ വ്യക്തിക്ക് ലഭിക്കുന്ന വോട്ട് ശതമാനം എത്ര, അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്ത് എന്നിങ്ങനെയുള്ള പല കാര്യങ്ങൾ ഒക്കെ ഒരു പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം അതിൻ്റെ ഫലം വന്നതിന് ശേഷമുള്ള ഭാവിയിലേക്കുള്ള പാഠങ്ങളായിട്ട് അവരുടെ മുന്നിൽ വരും എന്നല്ലാതെ മറ്റൊരു പ്രാധാന്യമില്ല എന്നതാണ് അതിലെ ഒരു പ്രശ്നം. PV അൻവറിന്റെ സ്ഥാനാർത്ഥി അവിടെ വൻതോതിൽ പണം ചെലവഴിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് നടത്തിയത്. NK സുധീർ കോൺഗ്രസിന്റെ AICC അംഗമായിരുന്നു. അദ്ദേഹം 2009-ലെ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച ആളാണ്. അങ്ങനെ ഒരാളാണ് കോൺഗ്രസ് പാളയം വിട്ട് അൻവറിന്റെ കൂടെ ചേർന്ന് മത്സരിച്ചത്. ഇതിൽ പക്ഷേ അൻവറിന് കൃത്യമായി ജനങ്ങളോട് വിശദീകരിക്കാൻ കഴിയാതെ പോയൊരു കാര്യം, പാലക്കാട് UDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു, വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ ജയത്തിനായി നിൽക്കുന്നു, ചേലക്കരയിൽ മാത്രം എന്തുകൊണ്ട് NK സുധീർ എന്ന ചോദ്യത്തിന് വളരെ തൃപ്തികരമായൊരു ഉത്തരം നൽകാൻ അൻവറിന് കഴിഞ്ഞില്ല. ഇരു മുന്നണികളുടെയും നെക്സസ്, അതായത് ഇരു മുന്നണികളുടെയും കൂട്ടുകെട്ടിന് അവിശുദ്ധ ബന്ധത്തിനെതിരെയൊക്കെയാണ് മത്സരിക്കുന്നതെന്ന് അൻവർ പറയുന്നുണ്ടെങ്കിൽ പോലും അത് എത്രത്തോളം ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. NK സുധീർ അവിടെ അപരിചിതനല്ല. ആ മണ്ഡലം ചേലക്കര മണ്ഡലം ഉൾപ്പെടുന്ന ആലത്തൂർ പാർലമെന്റ് സീറ്റിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിച്ച ആളാണ്. തൃശ്ശൂർ ജില്ലയിലെ അറിയപ്പെടുന്ന ഒരു ദളിത് കോൺഗ്രസ് നേതാവാണ് NK സുധീർ. NK സുധീറിന് ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ട്. PV അൻവറിന്റെ കൂടെ ചേർന്ന് മത്സരിക്കുമ്പോൾ അത് എത്രത്തോളം വോട്ടായി മാറുമെന്നുള്ളത് നമുക്ക് കണ്ടറിയണം. ശരി, വോട്ടെടുപ്പ് പൂർണ്ണമായിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഇതുവരെയുള്ള പോളിംഗ് ശതമാന കണക്കുകൾ, ആ ശതമാന കണക്കുകൾക്ക് ചെറിയ രീതിയിലുള്ള മാറ്റം ഔദ്യോഗികമായിട്ട് വരുമ്പോൾ ഉണ്ടാവും. എങ്കിലും ഈ ശതമാന കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഇത് ഏത് തരത്തിലുള്ള രാഷ്ട്രീയ സൂചനയാണ് നൽകുന്നത് എന്നാണ് KB ലിബീഷ് ഇപ്പോൾ നമ്മോട് പങ്കുവച്ചത്.